ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ്. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സെമി ഗ്രേവി ടൈപ്പ് ആയിരിക്കും നമ്മുടെ കറി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, നിങ്ങൾ നോട്ട് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ ചൂടായതിനു ശേഷം പട്ട, ഏലക്ക, അതുപോലെ കുരുമുളക്, പെരുംജീരകം, സാദാ ജീരകം, മല്ലി, ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് റോസ്റ്റ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഏകദേശം 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. നല്ലൊരു കളർ കിട്ടും. അങ്ങനെ 2 മിനിറ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയുടെ പച്ചമണം മാറും. ഇനി ഇത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കറിക്കായിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പെരുംജീരകവും പട്ടയുമാണ്. ഇട്ട വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിനുശേഷം ഒരു 2 സവാള, 2 പച്ചമുളക്, ഇത് രണ്ടും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വഴണ്ട് വരേണ്ട കാര്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. കാരണം ഇത് കുക്കറിൽ വെക്കുന്നുണ്ട്, ഇത് ഓൾറെഡി നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിക്കോളും. അങ്ങനെ ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളി, പഴുത്ത തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ കറി നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അടുത്തതായി ആഡ് ചെയ്യാൻ പോകുന്നതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ. അതും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം, ഒന്ന് വാടി വന്നിട്ടേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ആ വെള്ളമാണ് ഞാൻ ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരുപാട് ഗ്രേവി ടൈപ്പ് അല്ല, ഒരു സെമി ഗ്രേവിയാണ്. എന്നാൽ ഡ്രൈയും അല്ല, ഒരുപാട് ഗ്രേവി അല്ല. ഇത് ഞാൻ ഏകദേശം ഗ്രീൻ പീസാണ്, ഇത് ഒരു 1/4 കിലോയോളം ഗ്രീൻ പീസ് ഇതിലുണ്ട്. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്താണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ആണെങ്കിൽ ഫ്രോസണും ഇടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രോസൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് ചൂട് വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം കറിയിലേക്ക് ഇട്ടാൽ മതിയാവും. അങ്ങനെ ഇവിടെ നമ്മളൊരു 5-6 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, ഇത് ഓവറായിട്ടുള്ള ഗ്രേവി അല്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ റെസിപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.